ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും വളർന്ന് വികസിച്ച് മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവും അത് ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായ വളർച്ച മാത്രമല്ല, ആ വ്യക്തിക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെയും വർദ്ധിപ്പിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 5 താലന്ത് 10 ആക്കിയവനെയും 2 താലന്ത് 4 ആക്കിയവനെയും ഉപമയിലൂടെ ഈശോ അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളർച്ച ആവശ്യമാണ്. എന്നാൽ ചില മനോഭാവങ്ങൾ തിരുത്തപ്പെടണം. വളരാൻ വേണ്ടി മറ്റുള്ളവർ കുറയണമെന്ന് ചിന്തിക്കുന്ന പൈശാചിക മനോഭാവം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അവൻ കുറയണം, ഞാൻ വളരണമെന്ന് ചിന്തിക്കുന്ന മനോഭാവം. ഇനി മാനുഷികമായ സാഹോദര്യത്തിൻ്റെ ഒരു മനോഭാവമുണ്ട്. ആരും ആരെയും കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല, കുറയാനും നോക്കുന്നില്ല. മറിച്ച് എല്ലാവരും ഒന്നിച്ച് വളരാൻ ശ്രമിക്കുന്ന കൂട്ടായ്മയുടെ ഒരനുഭവം. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ മെച്ചമായ ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്ന സ്നാപക യോഹന്നാൻ്റെ മനോഭാവം. അവൻ വളരണം, ഞാൻ കുറയണം. ഞാൻ കുറഞ്ഞ് ഇല്ലാതായാലും കുഴപ്പമില്ല, അവന് വളർച്ചയുണ്ടാകണം. ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു മനോഭാവമാണ്. ഇത് തന്നെയാണ് യഥാർത്ഥ സ്നേഹവും. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.